നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ അത്യാവശ്യം ചർച്ചയാകാൻ പോകുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ മാതാപിതാക്കളും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന മുതിർന്ന ആൾക്കാരും ഇതിനെക്കുറിച്ച് വളരെയധികം ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ, കോളേജിലേക്ക് അയക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ നന്നായി പഠിച്ച് വളർന്ന് നല്ലൊരു നിലയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചാണ് എല്ലാ മാതാപിതാക്കളും കുട്ടികളെ സ്കൂളിലേക്കും കോളേജിലേക്കും അയക്കുന്നത്. എന്നാൽ ഇതിൽ ചിലർ വഴിതെറ്റി പോകാറുണ്ട്. എല്ലാ കുട്ടികളും ഒരുപക്ഷെ ഇങ്ങനെയല്ല, എന്നല്ല, ഒരിക്കലും എല്ലാ കുട്ടികളും ഇങ്ങനെയല്ല. ഒരു 10 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പം 8 കുട്ടികൾ നല്ല രീതിയിൽ നടക്കുന്നവരായിരിക്കും, 2 കുട്ടികൾ മാത്രമായിരിക്കാം ചിലപ്പം വേറൊരു രീതിയിൽ നടക്കുന്നവർ. ഇപ്പം ഇതൊക്കെ പറയാൻ എനിക്കെന്ത് യോഗ്യത ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഴയ ജനറേഷനിൽ പെട്ടയാണ്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ്. ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടൊന്നും എനിക്കില്ല, ഞാൻ ആദ്യമേ തന്നെ പറയാം. അപ്പം ഇതൊക്കെ നീ എന്തിന് പറയുന്ന, എന്ത് കാര്യത്തിലാണ് നീ ഇത് പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്നാലും കുഴപ്പമില്ല. നമ്മൾ കണ്ടൊരു കാര്യത്തെക്കുറിച്ചും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ വരുന്ന സമയത്ത് കായംകുളം ബസ് സ്റ്റാൻഡിൽ കണ്ട KSRTC സ്റ്റാൻഡിൽ കണ്ട ഒരു കാഴ്ചയായിരുന്നു. 2 കോളേജ് കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. ആ ബെഞ്ചിൽ കഷ്ടിച്ച് 2 പേർക്ക് ഇരിക്കാൻ പറ്റും, പക്ഷെ ആ ബെഞ്ചിൽ 3 പേര് ഇരിപ്പുണ്ട്, 2 പയ്യന്മാരും ഒരു പെൺകുട്ടി. അപ്പം അതിൽ ഒരു പയ്യൻ്റെ കൈ കൊച്ചിൻ്റെ നെഞ്ചത്താണ് ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ തോളെക്കൂടെ കൈയിട്ടിട്ട് ഒരു കൈ ഈ സൈഡിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതും അത്ര ഓപ്പൺ പ്ലേസിൽ. കണ്ടവരെല്ലാം കണ്ടിട്ട് കാണാത്ത രീതിയിലാണ് പോകുന്നത്. ഞാനും ബസ് ചെയ്യുന്നപ്പോൾ അയ്യേ ഇതെന്ത് കൂത്ത് എന്ന് ഞാൻ സത്യം പറഞ്ഞ് ചിന്തിച്ചിരുന്നത്. കാരണം നമ്മുടെ കേരളത്തിനൊരു സംസ്കാരമുണ്ട്. മാത്രമല്ല, നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെക്കുറിച്ച് ആരും ഒന്നും മോശമായിട്ട് ചിന്തിക്കരുത്, അല്ല നമ്മളെക്കുറിച്ച് ആരും തെറ്റിദ്ധരിക്കരുത്, വേറൊരു രീതിയിൽ നമ്മളാരും കാണരുത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട പല രഹസ്യ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ രഹസ്യമായിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. എല്ലാവരും നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, എന്നാൽ എല്ലാവരും മോശമാണെന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളിൽ രഹസ്യ സ്വഭാവം കാണിക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ഒളിച്ച് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. അപ്പം ഈ പബ്ലിക്കായിട്ട് ചെയ്യുന്ന കാര്യം പോയി ഒളിച്ചിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതും നല്ലതല്ല. പക്ഷെ എങ്കിലും ശരിയാണ്, നമ്മൾ സമൂഹത്തിനോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിൽക്കണം എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. നമ്മളിപ്പം കോളേജിലേക്കും സ്കൂളിലേക്കും പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കണം. അത് ഏതൊരു കുട്ടിക്കാണെങ്കിലും ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറെ നാളുകൾക്ക് മുൻപ് വാർത്തയിലേക്ക് വന്നിട്ടുള്ളതായിരുന്നു ശാസ്താംകോട്ട കായലിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. ശാസ്താംകോട്ട കായലിന് ചുറ്റും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്, പലതും നമ്മൾ കണ്ണിൽ കാണാറുണ്ട്. ഫാമിലിയായിട്ട് പോകുന്ന സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണാറുള്ളതാണ്. ഒരു ബെഡ്റൂമിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ശാസ്താംകോട്ട കായലിൻ്റെ പല മൂലയിലും അവർ പേപ്പർ വിരിച്ചും അവർക്കായിട്ട് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് അവരിയ്ക്കുന്നത്. നമ്മൾ ശാസ്താംകോട്ട പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. അതുപോലൊരു കാഴ്ച കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ മീൻപിടിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാൻ വരുന്നൊരു സ്ഥലമാണ്. അത്യാവശ്യം കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കൊല്ലത്ത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒത്തിരി പേര് അവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കാണുകയും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് പോയത് തന്നെ. അപ്പോൾ അങ്ങനെ പോയ സമയത്താണ് ഒരുപാടധികം ലവ് ബേഡ്സ്, ഞാൻ ഈ ഇണയായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ ഞാൻ വിളിക്കുന്ന ലവ് ബേഡ്സ് എന്നാണ്. എൻ്റെ കൂട്ടുകാർക്കിടയിൽ ഞാൻ പറയും അവിടെ ഒരു ലവ് ബേഡ് ഇരിപ്പുണ്ട് എന്നിങ്ങനെ ഞാൻ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പം നമ്മൾ വിളിക്കുന്ന ലവ് ബേഡ്സ് എന്നാണ് പറഞ്ഞു തന്നെയാണ് ഞാൻ അവരെ സത്യത്തിൽ സംബോധന ചെയ്യുന്നത്. ഞാനും പ്രേമിച്ച് നടന്നിട്ടുള്ളതാണ്, എനിക്കും കുറച്ച് പ്രേമമൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ലവ് ബേഡ്സ് എന്ന് വിളിച്ചാണ് ഇവരെയൊക്കെ സംബോധന ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഒരു പെൺകുട്ടിയും ചെറുക്കനും ഭയങ്കരമായിട്ട് ഇഴുകി ചേർന്നായിരുന്നു അവർ ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട്, അതായത് ഒരു പെൺകുട്ടിയും ചെറുക്കനൊന്നും അല്ല, അവിടെ ഏകദേശം ഒരു 7-8 കപ്പിളിന് മേളുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഫാമിലി ആയിട്ട് വന്നവരും. ഇത് എനിക്ക് തോന്നുന്നു കോളേജിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു, കാരണം പലരുടെയും കയ്യിൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഴുകി ചേർന്ന് ഭയങ്കരമായിട്ട് ഒട്ടിച്ചേർന്നിട്ടുള്ള, അതായത് ഒരു കമ്പിയിൽ ഒരു പെണ്ണിങ്ങനെ ഇരിക്കും, ചെറുക്കനിങ്ങനെ 2 കാലും കവച്ച് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് പെണ്ണിങ്ങനെ നെഞ്ചത്തോട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ പല സീനുകളും. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അവരുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ പിന്നെയും പോകും. ആദ്യമൊന്നും ഇതൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയും ചെറുക്കനും പബ്ലിക്കായിട്ട് നിന്ന് കിസ് ചെയ്യുകയാണ്, ലിപ് ലോക്ക്. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ഒരുപാട് ഫാമിലീസ് ഉണ്ട് അവിടെ, കൊച്ചു കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വന്നിട്ടുള്ളവരുണ്ട്, ഒരുപാടധികം ആൾക്കാരുണ്ട്. ഈ എത്ര ആൾക്കാരെ മുൻപിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്? മലയാളികളാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്പൺ കിസ്സൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്
പുറം രാജ്യങ്ങളിലൊക്കെയാണ്. നോർത്ത് ഇന്ത്യയിൽ പോലും ഇത്തരത്തിലുള്ള കിസ്സൊക്കെ വളരെ യാദൃശികമായിട്ടായിരിക്കും കാണാൻ സാധ്യതയുള്ളത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്നത് ഒരു ഷോക്ക് അടിപ്പിക്കുന്ന കാര്യമായിരുന്നു എനിക്കൊക്കെ. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമുക്കിതിനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. അവസരം കിട്ടിയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓപ്പണായിട്ട് എന്താ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന കാര്യത്തിൽ ഒരു താല്പര്യക്കൂട്ടത്തിലുള്ളതല്ല ഞാനോ അല്ലെ എൻ്റെ കൂടെയുള്ളവരൊന്നും. അപ്പം നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള കാര്യമൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല കൊച്ചു കുട്ടികൾക്ക് മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ആ കുട്ടികളുടെ മനസ്സിന് അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് ഈ ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. അതുമല്ല പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ലവ് ബേർഡ്സ് ആയിക്കോട്ടെ, നിങ്ങൾ വിവാഹം കഴിക്കാൻ നടക്കുന്നവരായിക്കോട്ടെ, അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൈവസിയിൽ നിങ്ങൾ വെച്ച് ചെയ്യാം. അതല്ലാതെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്ന ആ ഒരു പ്രൈവസിയിൽ വെച്ചല്ല നിങ്ങളുടെ സ്വകാര്യ നിമിഷത്തിലേക്ക് കടക്കേണ്ടത്. അപ്പം ഈ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് പലപ്പോഴും നമുക്കിവിടെ പീഡനം, എന്താ പറയുന്നത്, ലൈംഗികാതിക്രമം എന്നൊക്കെ ഇങ്ങനെ പറയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഒരിക്കലും ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം കൊണ്ടോ ഒരു സ്ത്രീയുടെ പെരുമാറ്റം കൊണ്ടോ ഒരിക്കലും ഒരു പീഡനം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീ ആരിത് പറയാൻ സദാചാരക്കാരനാണോ നീ, ഇപ്പം പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേ ആ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരൊന്ന് ചോദ്യം ചെയ്ത് അത് അവിടെ നിർത്തിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് വളരെ കുറവായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ദോഷമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സദാചാര പോലീസ് കളിക്കേണ്ട എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സദാചാരം വേണ്ട എന്നുള്ള രീതിയിൽ കുറേയധികം കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ നമുക്ക് എന്തായിരുന്നു നമ്മൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മാറാൻ തുടങ്ങി. ഇപ്പം അഴീക്കലൊക്കെ പോയി കഴിഞ്ഞാൽ അഴീക്കൽ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. അഴീക്കൽ ബീച്ചിലൊക്കെ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. എന്താ പറയുന്നത്, ഒരു പെൺകുട്ടിയാണെങ്കിൽ ചെറുക്കൻ്റെ മടിയിലോട്ട് കിടക്കുമായിരിക്കും. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് പലപ്പോഴും അഴീക്കൽ ബീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലൊരു കാഴ്ചയാണ് ഞാൻ ഇവിടെ മീൻപടിപ്പാറയിൽ പോയപ്പം എനിക്ക് അവിടെയും കാണാൻ കഴിഞ്ഞൊരു കാഴ്ച. സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാവില്ല. ഒരു എന്താ പറയുക പ്രണയമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫ് ആയിക്കോട്ടെ, ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മക്കളും അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ട് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻജെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ തകരുകയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പണ്ട് ഒരു പെൺകുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടാണ്, വിവാഹം എന്ന് പറയുന്ന കാര്യം എനിക്ക് ഇഷ്ടമേ അല്ല, ഞാൻ വിവാഹം കഴിക്കത്തില്ല, എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടു അയാളുടെ കൂടെ ജീവിക്കണം പറ്റത്തില്ല, അയാളെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ പോകണം, എനിക്ക് കുട്ടികളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തുള്ള കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പല ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഇപ്പോൾ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടധികം കാര്യങ്ങളിൽ മാറ്റവും വരുന്നുണ്ട്. ഇപ്പം വളരെ പേരിന് വേണ്ടി മാത്രമാണ് പലരും ചില റിലേഷൻഷിപ്പിലൊക്കെ ചെന്ന് പെടുന്നത്. ഇപ്പം പ്രണയം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ അത്രയും പവിത്രമായാണ് പ്രണയത്തെ സ്നേഹത്തിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുന്നത്, അന്ന് നമുക്ക് പറയുമ്പോൾ പ്രണയം പൈങ്കിളി പ്രണയമായിരുന്നു, മരം ചുറ്റി പ്രണയമായിരുന്നു, ലെറ്റർ പ്രണയമായിരുന്നു, ഇതൊക്കെയായിരുന്നു പ്രണയം എന്ന് പറയുന്നത് പണ്ട് കാലത്ത്. അതുകൊണ്ട് തന്നെ പല പ്രണയബന്ധങ്ങളും വേർപെട്ടാലും ശരിയാണ് അവർക്ക് ഒരിക്കലും കുറ്റബോധത്തോടു കൂടി വേർപെടേണ്ട അവസ്ഥ വന്നിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരാളെ ചതിക്കുന്ന രീതിയിൽ പോയി ഒരു ബന്ധത്തിലേക്ക് ചാടേണ്ട അവസ്ഥ വന്നിട്ടില്ല. ആ ഒരു പ്രണയം തകരുന്ന സമയത്ത് ഒരുപക്ഷെ അവർക്ക് സമാധാനത്തോടെ പോകാം, ഞാൻ ഇനി വിവാഹം കഴിക്കുന്ന ആളുമായിട്ട് ഒരിക്കലും അതായത് അയാളെ ചതിച്ചുകൊണ്ട് ഞാൻ ജീവിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമായിരുന്നു പല പ്രണയങ്ങളും. അതിലിട്ടുള്ള പല പ്രണയം കണ്ടുകൊണ്ടായിരുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരുടെയും രീതി എന്ന് വെച്ചാൽ അത് സെക്സായിട്ട് മാറുകയാണ്. പല ആൾക്കാരും പ്രണയിക്കുന്നോ ഉടനെ പോവുക, ആളൊരിഞ്ഞ ഒരു ഏരിയയിലേക്ക് പോവുക, പിന്നെ അവരുടെ കുറച്ച് ക്രീഡകളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രണയം പലപ്പോഴും കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ ശാസ്താംകോട്ട കായൽ, ഞാൻ പറഞ്ഞില്ലേ ശാസ്താംകോട്ട കായൽ, മീൻപിടിപ്പാറ, അഴീക്കൽ ബീച്ച്, ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഈ സ്ഥലങ്ങളിലൊക്കെ കൂടുതലും കാണുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. അഴീക്കൽ ബീച്ചിനെ കുറിച്ച് പണ്ടൊരു വീഡിയോ വന്നിരുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരോട് എന്താ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാണ്, അത് ഞങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേര് കേസ് എടുക്കും, നമുക്കിതിനെക്കുറിച്ചൊന്നും ചോദ്യം ചെയ്യാനോ പറയാനോ പാടില്ല, ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാ എന്നൊക്കെയുള്ള ചോദ്യം കാര്യങ്ങളൊക്കെ വരുന്നത്. സത്യത്തിൽ സദാചാര പോലീസിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമാണ്. സദാചാര പോലീസിൻ്റെ ആവശ്യം സത്യത്തിൽ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ. എന്നാൽ ഇത് അതിര് വിടാതിരിക്കുമ്പം അത് കുഴപ്പമില്ലാത്ത രീതിയിലാണ്, അതിര് വിടുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത്. ഇത്തരത്തിൽ ഒരു ഫാമിലിയായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ആ ഫാമിലിക്ക് മുൻപിൽ വെച്ച് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന സമയത്ത് നമ്മളത് ചോദ്യം ചെയ്ത് മാറ്റാൻ തന്നെ ശ്രമിക്കണം. അതല്ലാതെ കണ്ടിട്ട് പോകാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഞാനൊക്കെ കണ്ടിട്ട് എനിക്ക് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഒരുപാടധികം ആൾക്കാരവിടെ നിൽപ്പുണ്ട്, ഇത്രയധികം ആൾക്കാരുടെ ഇടയ്ക്ക് പോയിട്ട് ഞാനൊക്കെ എന്ത് ചോദിക്കാൻ അവരോട്. അതുമല്ല നമ്മൾ കണ്ടിട്ടും അവർ നിന്ന് ചെയ്യുകയാണ്, നമ്മൾ കണ്ടു എന്ന് മനസ്സിലാക്കിയിട്ടും അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു കമ്പിയുടെ മേളിൽ ഇരുന്നുകൊണ്ട് ചെറുക്കൻ ഇങ്ങനെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ്. അപ്പം അത് ഒന്നല്ല, കുറേ പേരുണ്ട്. ചിലരൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ
നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ അങ്ങ് പിടിച്ചിടുകയാണ്. അപ്പം എന്താ പറയുന്നത്, നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ നിലവാരം സത്യത്തിൽ താണുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഭാവിയിൽ വരുന്ന കുട്ടികളുടെ ഭാവി എന്താവും എന്നുള്ളൊരു പേടിയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് വിശ്വസിച്ച് നമ്മൾ കുട്ടികളെ പുറത്തേക്ക് അയക്കും? പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ശാരീരിക ബന്ധം എന്നുള്ള അർത്ഥമല്ല വരുന്നത്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് ഇഷ്ടപ്പെട്ടു, രണ്ടുപേര് സ്നേഹിച്ചു, വിവാഹത്തിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അതല്ലെങ്കിൽ അതിനു മുമ്പ് ബന്ധപ്പെടണം, ഓക്കെ, അവരുടേതായിട്ടുള്ളൊരു പ്രൈവസിയിൽ പോയി അവർക്ക് ബന്ധപ്പെടാം, അവർക്കായിട്ടുള്ളൊരു സ്പേസിൽ പോയി അവർ ബന്ധപ്പെടാം. അതല്ലാണ്ട് ഒരു സമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ട് ഞങ്ങൾ പ്രണയിക്കുന്നവരാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും എന്ന് ചെയ്യുന്നത് വളരെ ചീപ്പ് പ്രവൃത്തിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അവർക്കായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കി ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറയും ഇത് തന്നെ കണ്ട് പഠിക്കും. വളരെ വികൃതമായിട്ടാണ് ഇപ്പം പലരുടെയും കാഴ്ചപ്പാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ഒരുപാട് നല്ല ആൾക്കാരെ എനിക്കറിയാവുന്നതാണ്, ഒത്തിരി നല്ല ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ പല കൂട്ടുകാരും ഒരാളത്തിനെ സ്നേഹിച്ച് ആൾക്ക് വേണ്ടി തപസ് ചെയ്ത ആൾക്കാരെ വിവാഹം കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ ഒരുപാട് കൂട്ടുകാർ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും പ്രണയം അങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ തന്നെ പലപ്പോഴും പൊട്ടിപ്പോയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒന്നും സാക്ഷാത്കരിക്കും എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികൾ നിങ്ങൾ ചെയ്യാതിരിക്കാം. നിങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രൈവസിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുക. അതല്ല ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ബന്ധപ്പെടണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിനും നിങ്ങളുടേതായിട്ടുള്ളൊരു സ്വകാര്യത കണ്ടെത്തുക. അതല്ലാണ്ട് ഒരു ഓപ്പൺ പ്ലേസിൽ വന്നിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു ചീപ്പ് പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതൊരു വൈറസ് ആയിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും പറയണം തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൂടെ എന്നും നിങ്ങൾ ഉണ്ടാവണം. അപ്പം എന്നുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ബൈ.